എൻ്റെ പേര് അനീഷ് ശ്രീധരൻ. ടു ഹാറ്റ്സ് ലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആൻഡ് co-founder-ആണ്. ഞങ്ങൾ കൊച്ചി ഇൻഫോ പാർക്കിൽ ഫേസ് 2 ജ്യോതിർമയ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഓഫീസ്. ഞങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഫേമാണ്. 2014 ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് തുടങ്ങി ചെറുതായിട്ട്. 2018 ഇതൊരു സ്റ്റാർട്ടപ്പായിട്ടും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഇൻഡസ്ട്രി ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ജേർണി പറയുകയാണെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ഓൾമോസ്റ്റ് 5 ഇയേഴ്സോളം കൊച്ചി തന്നെ വർക്ക് ചെയ്തു. പിന്നെ ഒരു 1 ഇയർ ഞാൻ നെതർലൻഡ്സിൽ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തു. പിന്നെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ഒരു എൻ്റർപ്രണറിയൽ സ്പിരിറ്റൊക്കെ വരുന്നതും നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, അത് ഇന്ത്യയിൽ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനൊക്കെ വരുന്നത്. അന്നേരത്തെ ബോസുമായിട്ട് നെതർലൻഡ്സിലെ ഡച്ച് ബോസുമായിട്ട് സംസാരിച്ച് അവരുടെ ബിസിനസ് കൊച്ചിയിൽ ഇന്ത്യയിൽ തുടങ്ങാം എന്ന് പറഞ്ഞൊരു പ്ലാനുമായിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അതൊരു പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് സിസ്റ്റംസ് ആയിരുന്നു നമ്മളിവിടെ ട്രൈ ചെയ്തത്. അപ്പോൾ അന്നേരം നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ് അത്രയും ഒരു മച്ചുറായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ അത്രയൊരു പേഷ്യൻ്റ് ഒരു സർവീസസിനൊന്നും അത്രയൊരു പ്രോമിനൻസ് ഉണ്ടായിരുന്ന ടൈം ആയിരുന്നില്ല. അത് അല്ലെങ്കിൽ ഒരു 6 മാസം വർക്ക് ചെയ്തു. അപ്പോൾ അത് വർക്കൗട്ട് ആവുന്നില്ല. അപ്പോൾ ആ കോൺട്രാക്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു വെഞ്ചർ അവിടെ വെച്ച് തീർന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ സെക്കൻഡ് കസിൻ ആക്ച്വലി പുള്ളി കാനഡയിൽ നിന്ന് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് കൊച്ചിയിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചിയിൽ ഞാൻ പനമ്പള്ളി നഗർ ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഡൈനിങ് ടേബിൾ ആക്ച്വലി ഒരു ഓഫീസാക്കി അങ്ങനെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ പാർട്ട്ണർ ഇന്ദ്രജിത്തും എൻ്റെ കൂടെ മൂവിങ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പലരും അടുത്തൊരു ചെറിയ ഓഫീസ് എടുത്ത് പിന്നെ എടപ്പള്ളി, അങ്ങനെ 2 ഓഫീസുകൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇൻഫോ പാർക്കിലേക്ക് മൂവ് ചെയ്തത്. ഇനിഷ്യൽ ഡേയ്സിൽ ഒരു കറക്റ്റ് ഡിറക്ഷനോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രോപ്പർ ഇൻഡസ്ട്രി ഫോക്കസ്, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ടൈപ്പ് സർവീസ്, എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു കുറച്ച് നാളുകൾ എടുത്തു. 2018 നമ്മളപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തു. പിന്നെ നമ്മുടെ ഫോക്കസ് കുറച്ചുകൂടെ ക്ലിയർ ആക്കി, എന്ത് ഇൻഡസ്ട്രിയാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ളത് ഇ-കൊമേഴ്സാണ് ഫസ്റ്റ് ടച്ച് പോയിൻറ്റ്. പിന്നെ അതിൻ്റെ ബാക്ക് എൻഡിലുള്ള എല്ലാ സർവീസസും, വെയർ ഹൗസ് മാനേജ്മെൻറ്റ്, ഒരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ട എല്ലാ ടൈപ്പ് സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ടൂൾസ് ഡെവലപ്പ് ചെയ്യുക, ERPs ആൻഡ് ഇൻറ്റിഗ്രേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഫ്യൂച്ചർ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ AI റിലേറ്റഡ് അല്ലെങ്കിൽ AI യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. എൻ്റെ പേര് ഇന്ദ്രജിത്ത്, ചീഫ് ടെക്നോളജി ഓഫീസറാണ് ടു ഹാറ്റ്സ് ലോജിക്കിൻ്റെ. ഒത്തിരി യൂട്യൂബ് വീഡിയോസിലും ന്യൂസിലൊക്കെ കാണുന്നതാണ് ഇപ്പോൾ AI വന്നുകൊണ്ട് IT ഔട്ട്സോഴ്സിങ്ങിൽ ഒത്തിരി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷേ ഞാനതിനെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കാണുന്നത്. കാരണം ഞങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്ന മേജർ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷനും പിന്നെ പ്രോബ്ലം സോൾവിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ AI ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്ലയൻറ്റിൻ്റെ ഒരു മെസ്സേജ് കിട്ടുവാണ്. ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻറ്റ് കുറച്ച് ഇറിറ്റേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് AIയോട് ചോദിച്ചിട്ട് അതിന് പ്രോപ്പറായിട്ടൊരു പ്രോംപ്റ്റ് ക്ലിയർ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും, നമ്മുടെ പണിയും കുറച്ച് കുറയും. അതുപോലെ തന്നെ ഇപ്പോൾ കോഡിങ്ങിനാണെങ്കിലും ഇപ്പോൾ യൂറോപ്പിലുള്ള ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെവലപ്പേഴ്സ് ഭയങ്കര കുറവായിരിക്കും. അവർ ചെറുപ്പം മുതലേ മേബി 12-13 ഇയേഴ്സ് കൊണ്ട് തന്നെ പ്രോഗ്രാമിങ്ങിലേക്കൊക്കെ കിടന്നവരായിരിക്കും. ഒബ്വിയസ്ലി ആ ഒരു സ്കിൽ ഡിഫറൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അത് വരുന്നത് കോഡിൻ്റെ ക്വാളിറ്റിയിലാണ്. അപ്പോൾ അത് നമുക്ക് ഒരു പരിധി വരെ ഈ AI ടൂൾസ് വെച്ചിട്ട് നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മളൊരു സാധനം വർക്ക് ചെയ്യിപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും AI അത് കോഡ് റീഫാക്ടർ ചെയ്തിട്ട് ബെറ്റർ കോഡിംഗ് സ്റ്റാൻഡേർഡോട് കൂടി അത് നമുക്ക് ചെയ്തു തരും. ഈ പ്രൊജക്ട് മാനേജ്മെൻറ്റ്, HR-ന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ, അക്കൗണ്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതൊക്കെ കമ്പനീസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും.
അത് അത്ര എഫിഷ്യൻ്റ് അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇൻ ഹൗസ് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ എല്ലാ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനും പറ്റി. മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് മേടിക്കുന്ന ഇത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആണ്. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഹോളിഡേയ്സ് എടുത്ത് നോക്കണമെങ്കിൽ നമ്മുടെ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നോക്കാം. പിന്നെ ലീവിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ ഒരു സാലറി സ്ലിപ്പ് എംപ്ലോയീസ് തന്നെ എടുക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അവർക്ക് അത് HR-ൻ്റെ അടുത്തൊന്നും ചോദിക്കേണ്ട കാര്യം പോലുമില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ട് മാനേജ്മെൻറ്റും എത്ര സമയം കഴിഞ്ഞ മാസം ഇന്ന പ്രൊജക്റ്റിൽ സ്പെൻഡ് ചെയ്തെന്നൊക്കെ കാണണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട്സ് എടുത്തിട്ട് ഞങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഓരോ പ്രൊജക്റ്റിനും എത്ര രൂപ ചിലവായി, അതിൻ്റെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണാനും ഈ ടൂള് യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ചാലഞ്ചസിൽ ഒന്ന് ഹയറിംഗ് ആയിരുന്നു. അപ്പോൾ ഹയറിങ്ങിൽ നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് വരും. ഇവരിൽ നിന്ന് എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർക്കൊരു മെഷീൻ ടെസ്റ്റ് കൊടുക്കും. ആ മെഷീൻ ടെസ്റ്റിൽ പാസ്സായവരെ മാത്രം നമ്മളൊരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂസിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ഫസ്റ്റ് റൗണ്ട് പാസ്സായി കഴിയുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് റൗണ്ടിലേക്ക് എടുക്കും. സെക്കൻഡ് റൗണ്ട് മിക്കവാറും ഞാൻ അല്ലെങ്കിൽ അനീഷ് ആയിരിക്കും ചെയ്യണേ. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്ത 100% ആൾക്കാരെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പ്രോഗ്രാമർ ഹയർ ചെയ്യാൻ ഓൺ ആവറേജ് 20 to 30 ആൾക്കാരെ എങ്കിലും ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറ്. ഫാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ പീപ്പിൾ ഹു അലൈൻ വിത്ത് യുവർ വിഷൻ അവർ നമ്മുടെ കൂടെ വരും. അത് എപ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനത്തെ ഉള്ള ആൾക്കാരെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് എംപ്ലോയി ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇഫ് യു എൻജോയ് ദ ജേർണി, ഈ ചലഞ്ചസ് ഒന്നും നമുക്ക് ഒരു വലിയ ചലഞ്ചായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു ഓൺടർപ്രണർഷിപ്പിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത്രയും ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു കരിയർ വേറെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ലേൺ ചെയ്യാണ്. എല്ലാ ദിവസവും നമ്മൾ പ്രോബ്ലം സോൾവിങ് ആണ് പരിപാടി. എവറി ഡേ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്കുണ്ടാവും സോൾവ് ചെയ്യാനായിട്ട്. അങ്ങനെ പ്രോബ്ലംസ് ഇല്ലാത്ത ദിവസങ്ങൾ വളരെ കുറവാണെന്ന് വേണേൽ പറയാം. ബട്ട് അത് ആ ചലഞ്ചിങ് ഒരു ഇതിൻ്റെ പാർട്ടാണത്. അപ്പോൾ അതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നതും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും അതാണ്. ഏകദേശം 60 സ്റ്റാഫുകളോളം ഉണ്ട് നമ്മുടെ ഓഫീസിൽ. ഇപ്പോഴും ഒരു ഹൈബ്രിഡ് മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. മന്ത്ലി ഒരു 1 വീക്ക് നമ്മളെല്ലാവരും ഓഫീസിൽ വരും. സ്ഥിരമായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്, കുറച്ച് പേര് വർക്ക് ഫ്രം ഹോം ഉണ്ട്. ആ ഒരു സെറ്റപ്പിലൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഹാപ്പി വർക്ക് ഫോഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഒരു നല്ലൊരു സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വീക്കെൻഡിൽ വർക്ക് ചെയ്യുന്നതും ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുന്നതൊന്നും എൻകറേജ് ചെയ്യാറില്ല, അൺലെസ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നെസസറി. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിലും അവർക്ക് ഒരു ഓപ്ഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അവർക്ക് കോമ്പൻസേറ്ററി ഓഫ് എടുക്കാം, അല്ലെങ്കിൽ അവരങ്ങനെ വർക്ക് ചെയ്തതിൻ്റെ ഒരു ബോണസ് അവർക്ക് കൊടുക്കും. ഓവറോൾ നല്ലൊരു വർക്ക് എൻവയോൺമെൻറ്റ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ കുറേ പ്രോഗ്രാംസ് ഉണ്ട് എംപ്ലോയീസ് തമ്മിലൊരു ബോണ്ടിങ് വരുത്താനുള്ളത്. ഇയർലി ഒരു വെക്കേഷൻ ചെറിയൊരു ട്രിപ്പ് നമ്മൾ പോകും. ഒരു ഫാമിലി മീറ്റ് ഉണ്ട്. അവിടെ നമ്മൾ എംപ്ലോയീസിൻ്റെ എല്ലാം ക്ലോസ് ഫാമിലീനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വിത്ത് ലഞ്ച് ഒരു ഫുൾ ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എല്ലാവർക്കും ബോണ്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. കുറച്ച് പേര് ഫുൾ ടൈം ഓഫീസിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ മദേഴ്സിനൊക്കെ നമ്മൾ ഫ്ലെക്സിബിളായിട്ട് അവർ വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്താൽ മതി. മേ ബി മന്ത്ലി വൺസോ അല്ലെങ്കിൽ ഫ്യൂ മന്ത്സ് കൂടുമ്പോഴൊക്കെ ഒരിക്കലും വരുന്നവരുണ്ട്. കാരണം അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കണം, അങ്ങനത്തെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് വീട്ടിൽ. അപ്പോൾ അങ്ങനെ നമ്മളൊരു നല്ലൊരു കൾച്ചർ ബ്രിങ് അപ്പ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെയിനായിട്ട് ഞങ്ങളിപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡാക്ക് മാർക്കറ്റാണ്. ഡാക്ക് എന്ന് പറയുന്നത് ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ. പ്രൈമറിലി ജർമ്മൻ സ്പീക്കിംഗ് മാർക്കറ്റാണ് ഞങ്ങളുടെ മേജർ മാർക്കറ്റ്. ബട്ട് ഞങ്ങൾ US-ലേക്കും ഇനി എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഒരു നെക്സ്റ്റ് 1 to 2 ഇയേഴ്സിൽ US-ൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ളതാണ് ഒരു ഇപ്പോഴത്തെ ഒരു പ്ലാൻ. നേരത്തെയൊക്കെ പ്രോഗ്രാമിങ്ങിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു, ഒരു വെബ്സൈറ്റ് ആയിരുന്നു സ്റ്റാക്ക് ഓവർഫ്ലോ. സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കെ ഇപ്പോൾ ആരും നോക്കാറ് പോലുമില്ല. ഇപ്പോൾ ChatGPT ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു 90% പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഓൾറെഡി LLMs തരും. ക്ലിയർ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു 90% ടൈമിലും അത് നമുക്ക് അതിൻ്റെ റിസൾട്ട് തരും. പിന്നെ കോഡിങ്ങിനാണെങ്കിലും കോഡിങ്ങിനൊക്കെ നമ്മൾ AI അസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊജക്ട്സിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റ്സും കാര്യങ്ങളെല്ലാം AI യൂസ് ചെയ്തിട്ട് തന്നെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു. വെബ്സൈറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ AI ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഫ്യൂച്ചർ. ആമസോണിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ റിവ്യൂസിൽ ഒരു കൺസോളിഡേറ്റഡ് റിവ്യൂ കാണും അവിടെ. അതായത് ഇപ്പോൾ ഒരു 1000 പേര് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി,
അപ്പോൾ അത് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഉള്ള പുതിയ ഫീച്ചേഴ്സ് വരിക എന്നുള്ളതായിരിക്കും ഫ്യൂച്ചർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് എല്ലാ സോഫ്റ്റ്വെയർ ബെറ്റർ ആക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ AI ഏജൻസ് യൂസ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് AI ഏജൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുക, അതിൻ്റെ റെസ്പോൺസ് ഏജൻറ്റ് തന്നെ തരും. അതുപോലെ തന്നെ ഓട്ടോമേഷൻ. ഇപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു AI ഓട്ടോമേഷൻ പ്രൊജക്റ്റാണ്. ക്ലയൻറ്റിൻ്റെ ഇമെയിൽ ഇൻബോക്സ് റീഡ് ചെയ്തിട്ട് അത് കാറ്റഗറൈസ് ചെയ്തിട്ട് വേറൊരു സിസ്റ്റത്തിലുള്ള ഡാറ്റയായിട്ട് ആ ഇമെയിലിൻ്റെ ഡാറ്റ കമ്പയർ ചെയ്ത് അതിലെന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ, ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടോ എന്ന് ക്ലയൻറ്റിനെ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലയൻറ്റിന് അത് ഒത്തിരി സമയം ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിരുന്നത്. അത് നമ്മുടെ സിസ്റ്റം വിതിൻ സെക്കൻഡ്സ് അത് അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പ്ലാറ്റ്ഫോം പുതിയ പ്ലാറ്റ്ഫോംസ് വരും. എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് ഇവോൾവ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അനീഷ് കൂടുതലും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റിലേറ്റഡിൽ ഫോക്കസ് ചെയ്യുന്നു ഇപ്പോൾ കറൻ്റ്ലി. പിന്നെ ഞാൻ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് എല്ലായിടത്തും ചോദിച്ചിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. ഞങ്ങളുടെ ആ ഒരു ഈഗോ അതിൽ നിന്ന് പുറത്താക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് ആലോചിച്ചിട്ട് ആ ഒരു തീരുമാനമാണ് ഞങ്ങൾ എടുക്കാറ്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്, അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു.